വിൻഗ റോസിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനാണ്. അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ കറുത്ത നിറം വന്ന് ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് സക്സസ് ആയി. ഇപ്രാവശ്യം പുതിയ തൈകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനുള്ള മാർഗവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ വിൻഗ റോസ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിറയെ പൂവിടുന്നതായതുകൊണ്ട് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇത് വാങ്ങി നടും. പക്ഷേ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റെമ്മൊക്കെ കറുപ്പ് നിറം വന്ന് പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയാണ് പതിവ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പോട്ടി മിക്സും അതിനുള്ള മാർഗങ്ങളും പറഞ്ഞു തരാം. ആദ്യം തന്നെ ഇതിൽ ഒരു ചട്ടിയുടെ അളവിനാണ് ഞാൻ മണലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2.5 ചട്ടി മണ്ണും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 3 വിൻഗ റോസ് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു പോട്ടിന് തന്നെ ഒരു 1/4 ഭാഗം ചാണകപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പിടി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ മണൽ ചേർന്ന മണ്ണ് എടുക്കുക. പിന്നെ അഡീഷണൽ നമ്മൾ മണലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മണലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പോട്ടിലേക്ക് കുറച്ച് ഈ ഹോള് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ കുറച്ച് ചരൽ ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. മുക്കാൽ ഭാഗത്തോളമേ നമ്മൾ മണ്ണിടാവുള്ളൂ. ഇപ്പോൾ കുറച്ച് ഭാഗം മണ്ണിട്ടതിന് ശേഷം ചെടി വെച്ചതിന് ശേഷം ബാക്കി മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ചെറിയൊരു പോട്ടിലുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഒന്ന് സൈഡിലേക്ക് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് ഇളകി കിട്ടും. നന്നായിട്ട് പശപ്പുള്ള മണ്ണാണെങ്കിൽ ആ ചുവന്ന മണ്ണ് മുഴുവനായിട്ടും നീക്കം ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണാണ്. നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിരിക്കുന്നതാണ്. വേരുകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മണ്ണങ്ങ് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വേണം നമ്മൾ മണ്ണ് മാറ്റാൻ, അല്ലെ വേരുകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഈ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. സൈഡിൽ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ആ ചെടിയുടെ മുകൾ വശം കവർ ചെയ്ത് പോകുന്ന പോലെ മണ്ണിടരുത്, അത് താന്ന് നിൽക്കണം. അങ്ങനെ വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. ബാക്കിയും ഇതേപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് സാഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. ചെടി നടുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ മാത്രമല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്, ഈ സ്റ്റെമ്മിലും മൊത്തത്തിൽ നമ്മളിത് കുളിപ്പിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഇലയിലും തണ്ടിലും എല്ലായിടത്തും വീഴുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെടി നടുമ്പം തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സാഫ് ഇതേപോലെ കലക്കി നമ്മൾ സ്പ്രേ ചെയ്തും കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തണ്ടിലുണ്ടാകുന്ന ഈ കറുത്ത നിറം വന്ന് ചെടി നശിച്ചു പോകാതെ ഇരിക്കും. ഫംഗൽ ഇൻഫെക്ഷനാണ്, അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. ചെയ്തു നോക്കുക, സക്സസ് ആകും. എനിക്ക് സക്സസ് ആയതാണ്. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും തൈകൾ വാങ്ങി വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.